അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ വ്ളോഗാണ്. നമ്മളിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് പോകുന്നത്. എന്തിനു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. ഞങ്ങളിങ്ങനെ കാണുമ്പോൾ ഓണം പോലെ എന്ന് പറയുന്നത് പോലെ മാസവും വർഷമൊക്കെ കൂടുമ്പോഴാണ് കാണാറ്. കാരണം പലരും പല പല ശാഖകളിലാണ്, ജോലി, പഠനം, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ കാണാൻ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ പോയി പെട്ടിയും കിടക്കുകയും പലഹാരം എല്ലാം മേടിച്ച് പോയി കാണാൻ പോവുകയാണ്. ഒന്നിങ്ങോട്ട് നോക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്മ അവിടെ മുറ്റത്ത് മിഷൻ അടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇനി അകത്തോട്ട് കയറി ചെന്നപ്പോൾ അവൾ അവിടെ പിന്നാമ്പുറം കാണിച്ച് ബർത്തിൻ്റെ തട്ടുമ്പുറത്ത് കയറി നിൽക്കലായിരുന്നു. ഇത് തട്ടുമ്പുറമല്ലേ? അല്ല, ഇതെന്താണ്? ഇത് അടുപ്പം തറ. അവിടെ കയറി അങ്ങനെ നിൽക്കായിരുന്നു. പാവം നമ്മൾ കണ്ടപ്പോൾ തന്നെ അവൾ പേടിച്ചങ്ങ് തരിച്ച് വിറച്ചു പോയി. കാരണം അതിൻ്റെ മണ്ടയിൽ നമ്മളങ്ങ് ഞെട്ടിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് ചിരി, കളി, സ്നേഹപ്രകടനം, ഒന്നും പറയണ്ട. കുറേ നാളായി ഞങ്ങൾ കണ്ടിട്ട്, മാസങ്ങളായി കണ്ടിട്ട്. ഇവൾ അവിടെ നേഴ്സിംഗ് പഠിക്കുകയാണ്, ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മറ്റവളും ഡിഗ്രി പഠിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് കാണാൻ കിട്ടിയ അവസരം വളരെ വിദൂരമായിരുന്നു. ഇപ്പം കണ്ടു. അങ്ങനെ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇവള് വലിയ പാചകമൊക്കെ ആയിരുന്നു, വലിയ പാചകക്കാരിയൊക്കെയാണ്. ചിക്കൻ വറക്കണു, പൊരിക്കണു, അച്ചാറിടണു, എന്തെല്ലാമൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഇവൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. വന്നപാടെ നമ്മളൊരു സാധനം വെള്ളം കുടിച്ചായിരുന്നു. എന്തോ രസ്നയാന്ന് തോന്നുന്നു, ആ സാധനം കുടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന പലഹാരമെല്ലാം അവൾക്ക് തിന്നാൻ വേണ്ടി കൊടുത്തായിരുന്നു. നമ്മൾ തന്നെ അതിനകത്തുള്ളൂ, അവളെ കൊണ്ട് തീറ്റിക്കുന്ന പരിപാടി ഇല്ല, അത് വേറെ കാര്യം. അതുമാത്രമല്ല, നമ്മൾ ചോക്കോബാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഐസ്ക്രീം, ഭയങ്കര ചൂടൊക്കെയല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ പപ്പായയുടെ ജ്യൂസ് നമുക്ക് കുടിക്കാൻ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനൊരു കോക്ടെയിൽ ആക്കാമെന്ന്. ക്യാരറ്റ് ഇല്ലാത്ത കോക്ടെയിൽ ഞാനേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ ചോക്കോബാർ ഇട്ട് കോക്ടെയിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിച്ചതിന് ശേഷം നമ്മളെന്താ ചപ്പാത്തി ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതെല്ലാം കഴിച്ച് ഭയങ്കര നല്ല രീതിയിൽ സന്തോഷമുള്ളൊരു ദിവസം ഇങ്ങനെ ആചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ല കോമഡി. ഇനി ഈസ്റ്ററാണ് കേട്ടോ. നമ്മൾ ഈസ്റ്ററിന് എന്നാണ് ഇറങ്ങി തിരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിന്നാണെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കാട്ടിക്കൂടെയും വള്ളക്കൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം പൊക്കെയുണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. തിന്നാൻ പറ്റുന്ന കാട്ടിലെ എല്ലാ സാധനമുണ്ട്. അങ്ങനെ നമ്മൾ കൊക്കയെല്ലാം മരത്തിന് മണ്ടയിൽ കയറി അവിടെ നിന്ന് വലിച്ച് പറിച്ച് കഴിച്ച് ഭയങ്കര കോമഡി ആയിരുന്നു. അതൊക്കെ എന്താ പറയുക, ഇത് എന്നാലും പഴുത്ത തുടുത്ത കൊക്കയായിരുന്നു കേട്ടോ. ഈ ഒരെണ്ണേ അതിനുണ്ടായിരുന്നുള്ളൂ. ആ ഒരെണ്ണം നമ്മൾ പറിച്ചെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് ആ കൊക്കേൻ്റെ തൊട്ടടുത്തൊരു ചാമ്പമരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാമ്പങ്ങ പറിക്കാൻ വേണ്ടി പോയി. നല്ല ചാമ്പങ്ങയായിരുന്നു. പുഴു സാധാരണ ഈ ടൈം പുഴുവൊക്കെ ഉള്ള ടൈമാണ്, പക്ഷേ ഇതിലിങ്ങനെ പുഴുവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മരത്തിന് മണ്ടയിൽ നോക്കിയപ്പോൾ എന്താ അവിടെ പുളി ഇരിക്കുന്നു. കണ്ടകളി എല്ലാം പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒത്തുകൂടുമ്പോൾ ഒരുമാതിരി വെഗള പിടിച്ചാണ് കടുപ്പരാന്ത സത്യം പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. ഇനി നമ്മളെ വീട്ടിലിങ്ങനെ അടങ്ങാപ്പാറ പോലെ ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഇവരെ കാണുമ്പോൾ ഒരുമാതിരി കുന്തളിപ്പെന്നൊക്കെ പറയും. ബോഡി ഇങ്ങനെ മറിഞ്ഞ് കയറും എന്തെങ്കിലും തരിച്ച് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് എന്തൊക്കെയാ വലിച്ചു പറിച്ച് കഴിക്കണമെന്നോ, എവിടെയൊക്കെയാ വലിഞ്ഞ് കയറണമെന്നോ, എന്തൊക്കെയാ ചെയ്യണമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അതും ഇതെല്ലാം വലിച്ച് പറിച്ച് തിന്നലായിരുന്നു പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ചക്ക, പഴം കൂടി അപ്പം കൊണ്ട്, അതായത് ഇവിടെ ഉള്ളവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ കഴിക്കാതെ ഒന്നുമില്ല ഇവിടെ വന്നിട്ട്. കാരണം വീട്ടിൽ ഞാൻ വയറൊഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കാരണം ഒരു കുമ്പ സാധനം കഴിക്കണം എന്നെനിക്ക് നല്ലോണം അറിയായിരുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ തിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് സമയമുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പണിയില്ല. തിന്നാൽ കടന്ന് എന്തെങ്കിലുമൊക്കെ കലബില വെച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പണി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വിധത്തിൽ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം വെയിറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഫുഡിലേക്ക് കഴിക്കാൻ. ഞങ്ങളത്രയും ഭ്രാന്തുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം 3 ഇലയിൽ ഫുഡ് വിളമ്പിയതിന് ശേഷം ഒരിലയിൽ ചോറ് കഴിക്കുന്ന അപൂർവ ഭ്രാന്തുള്ള ടീമുകളാണ് ഞങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇലയിൽ ചോറ് വിളമ്പിയിട്ട് ഒരൊറ്റ ഇലയിൽ ഫുഡ് കഴിക്കുക. എന്താണ്? എന്നിട്ട് 2 ഇലയിലെ ചോറ് നമ്മൾ 1 ഇലയിൽ ഇട്ടിട്ട് 3 ആളും കൂടി കഴിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ അങ്ങോട്ട് വരിക്കൊടുത്ത് ഇങ്ങോട്ടും വരിക്കൊടുത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി 3 ആൾ ഫുഡെല്ലാം വലിച്ച് വാരി കഴിച്ച് അങ്ങനെ ഫുഡെല്ലാം തീർന്നു. 1 ഇലയിലെ ചോറ് അങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിശ്രമ ഫുഡെല്ലാം വലിച്ച് വാരി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ട് ഇവർക്ക് ഞാൻ ഇതെന്തായിരുന്നു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ നാൾ കൂടി കാണുന്നല്ലേ, അപ്പം അത് മേടിച്ച് കൊടുത്തായിരുന്നു. എന്നാൽ അതിനും വലിയൊരു കോമഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇവിടെ ഞാൻ വ്ലോഗിൽ ഫുൾ ടൈം ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കഷ്ടപ്പെട്ട് ഡബ് ചെയ്യേണ്ട ഓൺ വോയിസ് ആയിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് പട്ടി അലക്കുന്ന പോലെ സംസാരിച്ച് ഓൺ വോയിസ് കൊടുത്തതാണ്. പക്ഷെ എൻ്റെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മഹത് വ്യക്തികൾ രണ്ടും കൂടി സ്പോട്ടിഫൈയിൽ പാട്ട് വെച്ചേക്കുന്നത്. ഇതൊന്നും എൻ്റെ ബ്രെയിൻ അന്നേരം പറയണ്ടേ, പാട്ട് വെച്ചിട്ടുണ്ട് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് ഓൺ വോയിസ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എൻ്റെ ബ്രെയിൻ എന്നോട് പോലും പറഞ്ഞില്ല. അത്രയ്ക്കും പൊട്ട ബ്രെയിനാണ് എൻ്റെ. പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ചില സമയത്ത് ഉദിക്കാറില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് വായിട്ടലച്ച ഓൺ വോയിസ് ഫുള്ള് കട്ട് ചെയ്ത് ഇപ്പോൾ ഡബ് ചെയ്യേണ്ട അവസ്ഥ വന്ന്. അയ്യോ ഒന്നും പറയണ്ട, എന്തൊരു മന്ദബുദ്ധിയാണോ ഞാൻ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ടാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ദൂരെ ചുമ്മാ നടക്കുക.
കാട്ടിന്റെ മൂലയിൽ പോയിരുന്നിട്ട് ഒരു പാറേന്റെ ഏതൊക്കെയോ അവിടെ പോയിരുന്നിട്ട് ചുമ്മാ മാനത്ത് നോക്കിയിരിക്കുക. മറ്റുള്ള ഭയങ്കര ബിസി. ഞങ്ങൾ അങ്ങനെ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം ആ പറമ്പത്ത് ഇങ്ങനെ ഇങ്ങനെ നടന്നു. പിന്നെ എന്തൊക്കെയോ തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്നത് തിന്ന് തീർത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ അതും തിന്നും സംസാരിച്ച് കുറേ നാൾ കൂടി കണ്ടതല്ലേ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇവളെയും കൂട്ടി ഞങ്ങൾ നേരെ തിരിച്ച് പോയി വീട്ടിലോട്ട്. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. അങ്ങനെ 3 വഴിക്ക് ചോക്കോബാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം ഒന്നും തണുക്കട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അമ്മൂനെ പറയാൻ വിട്ടതിന് ശേഷം നേരെ എൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അവിടുന്ന് ഇവള് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എന്നെയും കൊണ്ടുപോയിട്ട് കുറേ നേരം അവിടെയും കുറേ നേരം ഇരുന്നതിന് ശേഷം ടാറ്റാ ബൈ എല്ലാം പറഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. കുറേ നേരം സംസാരിച്ചുകൊണ്ട് കുറേ നാൾ കൂടി കണ്ടതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇരുന്ന് കരഞ്ഞ് മെഴുകലായിരുന്നു. എനിക്ക് എല്ലാ പ്രാവശ്യമുള്ള കാര്യം ഇങ്ങനെ വന്നേച്ച് പോകുമ്പോൾ ഒരു പ്രാന്തുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ ഏത് നൂറ്റാണ്ടിനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എപ്പോഴും ഉള്ളതായിരുന്നു. എപ്പോഴും ഈ അവസ്ഥയിലാണ് ഇവിടെ പറഞ്ഞു വിടുന്നത്. ഞാൻ റോഡിൻ്റെ പക്കത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കിയിരിക്കും. അങ്ങ് റോഡ് മറിയുന്നോളം വരെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഭയങ്കര സങ്കടം. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇതിനെ ഒറ്റയ്ക്കാക്കി ഇവർ പോകും. അങ്ങനെ ഒടുവിൽ അവരെല്ലാവരും പല വഴിക്കായിട്ടുണ്ട്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.